1998 കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കർണാടകയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, വർഷങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇയാളുടെ പശ്ചാത്തലം, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്? റഹീസ്, ടി.കെ. 98 ഈ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം ഇദ്ദേഹം ഈ ടെയ്ലർ രാജ എന്നറിയപ്പെടുന്ന ഇയാൾ നാട് വിടുകയായിരുന്നു. ഇയാൾ മുങ്ങുകയായിരുന്നു. അതിനുശേഷം 26 വർഷമായി പഠിച്ച പണി 18 നോക്കിയിട്ടും പോലീസിനും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനുമൊക്കെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു പ്രതിയാണ് ഇന്നിപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നത്, വലയിലായിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇദ്ദേഹം കർണാടകയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. പല തവണയായിട്ട് പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിലൊക്കെയാണ് ഈ ടെയ്ലർ രാജ ഒളിച്ചു കഴിഞ്ഞിരുന്നത്. ഇയാൾക്ക് പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എത്തിച്ച് ഇന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ ഈ അൽ ഉമ്മയുടെ ഒരു സജീവ കേഡറായിരുന്നു. ഈ കോയമ്പത്തൂർ സ്ഫോടനം നടത്തിയിട്ടുള്ള അതിന് പിന്നിലുണ്ടായിരുന്ന അൽ ഉമ്മയുടെ ഒരു സജീവ കേഡറായിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ബോംബ് നിർമ്മാണം പ്രധാനമായിട്ടും നടന്നത്. ഒപ്പം തന്നെ ഇയാളുടെ വീട്ടിലായിരുന്നു ഈ ബോംബുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ വാടകയ്ക്കെടുത്ത വീടായിരുന്നു കോയമ്പത്തൂരിൽ. അങ്ങനെ ഇതിലൊരു പ്രധാന പ്രതികളിൽ ആദ്യ 4 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അങ്ങനെ പോലീസ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഇദ്ദേഹത്തിനെ അന്വേഷിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇയാൾ പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഒളിച്ചു താമസിച്ചതിനു ശേഷമാണ് ഇന്നലെ കർണാടകയിൽ വെച്ച് പിടിയിലാവുന്നത്. നിലവിൽ ഇയാളെ കോയമ്പത്തൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒപ്പം ബാക്കി നിയമ നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. പോലീസിൻ്റെയും ഒപ്പം തന്നെ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയൊക്കെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ചോദ്യം ചെയ്യലിൽ ഭാഗമാകുന്നുണ്ട്. ഇയാളിൽ നിന്ന് പല നിർണായകമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും ഒക്കെ പോലീസിന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. പല പ്രതികളും ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലാണ്. അവരിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന പല തെളിവുകളും ഇയാളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും അധികം വേണ്ടി ബോംബ് നിർമ്മിച്ച് നൽകിയത് ഇയാളാണ്, ടെയ്ലർ രാജയാണ് എന്നുള്ളതാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ കണ്ടെത്തൽ. 26 വർഷമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു.